ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റാണ് അവൽ കൊണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഞാനിവിടെ അവൽ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് 4 എണ്ണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള. ഇതെല്ലാം ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ പൊടിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അവിലിട്ട് കൊടുക്കാം. അപ്പോൾ അവിലിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ 1 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ചൂടാറാൻ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലറ്റും കോൺഫ്ലവറിൻ്റെ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതുകൊണ്ട് ഓരോ കട്ട്ലറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമായതുകൊണ്ട് 2 ഭാഗം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.